സർവശക്തനേ. ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വേദന? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ? എന്തുകൊണ്ട് ഈ കണ്ണുനീർ? നമ്മൾ പ്രാർത്ഥിക്കും, കാത്തിരിക്കും, പക്ഷേ ചില സമയങ്ങളിൽ ഉത്തരം ലഭിക്കാത്തതുപോലെ തോന്നും. ഈ വചനം ഒരു സാധാരണ വചനമല്ല, ഒരു സാധാരണ വാഗ്ദത്തമല്ല, മറിച്ച് തകർന്ന ഹൃദയങ്ങൾക്ക് ദൈവം നൽകുന്ന ഒരു ഉറപ്പും കൂടിയാണ്. എന്താണ് ആ ഉറപ്പ്? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും ദൈവം നിങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് എന്റെ അർത്ഥം. ശ്രദ്ധിക്കണം, യോസഫ് കുഴിയിൽ വീണത് നല്ലതല്ലായിരുന്നു, ജയിലിൽ അടച്ചത് നല്ലതല്ലായിരുന്നു. പക്ഷെ അതിന്റെ അവസാനം എന്തായിരുന്നു? അതെല്ലാം ദൈവം മഹത്വത്തിലേക്കുള്ള വഴിയാക്കി മാറ്റി. നമുക്കറിയാം, ദാവീദ് മരുഭൂമിയിൽ ഓടിയത് വേദനയോടെയായിരുന്നു, പക്ഷെ അതിലൂടെ ദൈവം അവനെ രാജാവാക്കി തീർത്തു. പത്രോസ് കരഞ്ഞ രാത്രിയും വളരെ വേദനാജനകമായിരുന്നു, പക്ഷെ അതേ പത്രോസിനെ തന്നെ ദൈവം ശക്തനായൊരു അപ്പോസ്തലനാക്കി മാറ്റി. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയ ദൈവ പൈതലെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തകർന്ന ഭാഗങ്ങൾ ഉണ്ടാകാം, നഷ്ടപ്പെട്ട അവസരങ്ങൾ, വൈകിയ വാഗ്ദത്തങ്ങൾ, മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ, മനുഷ്യർ ഉണ്ടാക്കിയ മുറിവുകൾ. പക്ഷേ ഇന്ന് ഈ പ്രഭാത സമയം കർത്താവ് പറയുന്നത്, ഞാൻ ഇതെല്ലാം നിന്റെ നന്മയ്ക്കായി മാറ്റിത്തരും. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്റെ ജീവിതം അവസാനിച്ചു, എല്ലാം തകർന്നു പോയി, ഇനി ഒന്നും ശരിയാകത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കരയുമ്പോഴും, നിങ്ങൾ കാത്തിരിക്കുമ്പോഴും, നിങ്ങൾക്കൊന്നും കാണാനാകാത്തപ്പോഴും ദൈവത്തിന്റെ കൈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പ്രിയ ദൈവ പൈതലേ, നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചാപ്റ്റർ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മുഴുവൻ കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്നത്തെ വേദന കാണും, ദൈവം നാളെയുള്ള സാക്ഷ്യങ്ങളെ കാണുന്നു. നാം ഇന്നത്തെ കണ്ണുനീർ കാണും, ദൈവം അതിൽ നിന്നുള്ള മഹത്വത്തെ കാണും. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രഭാത സമയം ചിലരോട് പറയുന്നത്, നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല. നിങ്ങളുടെ കണ്ണുനീർ ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് ദൈവം മടക്കി തരും. നിങ്ങളുടെ വേദനയെ ദൈവം സാക്ഷ്യമാക്കി തീർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കൺഫ്യൂഷനിലായിരിക്കാം. എന്തുകൊണ്ട് ഈ വഴിയിലൂടെ ദൈവം കൊണ്ടുപോകുന്നു എന്ന് ഒരുപക്ഷെ മനസ്സിലാകാതിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം തെറ്റുകൾ ചെയ്യത്തില്ല. ദൈവത്തിന് ഒരിക്കലും തെറ്റു പറ്റത്തില്ല. അവൻ വൈകത്തില്ല. അവൻ നിങ്ങളെ മറക്കത്തില്ല. അവൻ ആരംഭിച്ചത് എന്താണോ അത് തന്നെ പൂർത്തിയാക്കും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും കൈവിടപ്പെട്ടു പോകരുത്. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ യാത്ര ചെയ്യുന്ന ആ പാത നിങ്ങൾ നിർത്തരുത്. കാരണം നിങ്ങളുടെ കഥ ദൈവത്തിന്റെ മഹത്വത്തിൽ അവസാനിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലും നിന്നിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ നീ ഒന്ന് സാക്ഷ്യമാക്കി മാറ്റണമേ. തകർന്ന ജീവിതങ്ങളെ നന്മയ്ക്കായി ഒന്ന് മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. പാടിടും ഞാൻ നന്ദിയോടെ, സ്നേഹിച്ചിടും ജീവനാൾകളെല്ലാം, സേവിച്ചിടും സർവശക്തനേ.